ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോയാലോ. ഇന്നത്തെ കഥയുടെ തീം എന്നാൽ മീതു എന്ന പെൺകുട്ടി മറ്റൊരാളുമായിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന കഥയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് മീതുവിൻ്റെ ശബ്ദത്തിലായിരിക്കും, മീതു കഥ പറയുന്നത് പോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും കഥ കേൾക്കില്ലേ? ബസ് പോയി അവസാനത്തെ ബസ്സും പോയി. പക്ഷേ അപ്പോഴും ആ ഒരു ബസ് മാത്രം വരുന്നില്ലായിരുന്നു. പിന്നെ വരുന്ന ബസ്സാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട് കാണാൻ. അതിനകത്താണെന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുകയാണ്. എങ്ങനെ കയറും? കയറിക്കഴിഞ്ഞാൽ തന്നെ ഇടികൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്നിട്ട് വേണം ബാംഗ്ലൂർ എത്താൻ. പക്ഷേ ബാംഗ്ലൂർ എത്തിയിട്ട് വേണം ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അത്രയും നേരം ആ ഒരു ഇടിയും കൊണ്ട് എന്തൊക്കെയാലും നേരെ പോകുമെന്ന് എനിക്കൊട്ടും ധാരണയില്ലായിരുന്നു. ആ ഒരു സമയത്ത് കർണാടകയിലെ കുറേ അധികം ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരും ബസ് കാത്തു നിൽക്കുകയാണ്. ഓരോ ബസ് വരുന്ന സമയത്തും എല്ലാവരും ഓടിക്കൂടി ആ ബസ്സിനകത്ത് ഇടിച്ചു കയറുന്നു. അവസാനം എനിക്ക് മാത്രം കിട്ടുന്നില്ല. ഞാൻ മാറി നിന്നു. അപ്പോഴും ഒരു മലയാളിയായിട്ടൊരാൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആളും എന്നെ നോക്കി ചിരിച്ചു. ഞങ്ങൾ 2 ദിവസം പരിചയമുണ്ട്. കാരണം അയാളും എന്തോ ജോലി ആവശ്യത്തിന് ഇവിടേക്ക് വന്നതാണ്. ഇതൊരു കുഗ്രാമമാണ്. ഒരു മലയും കുന്നും ചെരുവുകളുമുള്ള ഒരു ചെറിയ കുഗ്രാമം. അവിടെ തന്നെയാണ് ഞങ്ങൾ 2 പേരും നിൽക്കുന്നത്. അപ്പൊ തന്നെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ബസ് വരില്ലായിരിക്കും. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചൊന്ന് പതറി. മറ്റൊന്നും ആയിരുന്നില്ല, ഇനി ബസ് വന്നില്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇനി ബാംഗ്ലൂർക്ക് പോകും? ഇനി അവിടെ നിന്ന് എങ്ങനെ വീട്ടിൽ പോകും? ഇതെല്ലാം ചിന്തിച്ചു നിന്നു. സമയം ഇപ്പോൾ 9 മണിയായി. ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് ആ ഒരു കുഗ്രാമത്തിലെ ചെറിയ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പോയി ഇനിയും കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും പറയുന്നുണ്ടോ അവരുടെ ഭാഷയിൽ തന്നെ ബസ്സിനി വരില്ല എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന മലയാളിയായിട്ടുള്ള ആരുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഇനി ബസ് വരില്ലേ, നമുക്ക് പോകാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ തന്നെ അയാളും ഒന്ന് കൈ മലർത്തിയിട്ടാണ് മറുപടി പറഞ്ഞത്. എനിക്കതിനെ പറ്റിയിട്ട് അറിയില്ല, ബസ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 9:30-10 മണിയായി. അപ്പൊ തന്നെ അയാളുടെ ഫോൺ എടുത്ത് എവിടെയൊക്കെ വിളിച്ചു വെച്ചു. അയാൾ ചോദിച്ചത് ഒരു റൂം അവൈലബിൾ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അയാളത് കേട്ടിട്ട് എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഇനി ഇവിടുന്ന് ബസ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹോട്ടലുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ റൂം കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റും. ഞാനത് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങോട്ട് റൂം കിട്ടുമെന്ന്. അങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അയാൾ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ചോദിച്ചു കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ആകെ ഒരു റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. ഏകദേശം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി തിരിച്ച് ബസ്സിന് കിട്ടത്തില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇവിടെ തന്നെ ഇരിക്കാന്ന് വെച്ചാൽ അത് സേഫ് അല്ല. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, വേറെ ഹോട്ടൽസ് ഒന്നും അറിയില്ലേ? അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, അതെ, ഇതൊരു കുഗ്രാമമാണ്. ഇവിടെ അങ്ങനെ അധികം റൂമുകളും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഹോട്ടൽസ് ഒക്കെ കിട്ടാൻ റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ അയാൾ പറയുന്നത് കേട്ട് ഞാൻ അയാളൊപ്പം നടന്നു. അത്യാവശ്യം നല്ല നിലാവുള്ള രാത്രിയായിരുന്നു, നല്ല തണുപ്പുണ്ട്.
കാരണം തൊട്ടടുത്ത് മലയും കുന്നും അതൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല മലയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ റൂമും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണ്ടേ. അതുകൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഹോട്ടൽ റൂമിലേക്ക് പോകാം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ കയറി. ഞാനൊരു ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞത്. അത് ചെറിയ വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ, കാരണം അതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോഴും അയാളും എൻ്റെ ഒപ്പം എന്തൊക്കെയോ ഭക്ഷണങ്ങൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. പെട്ടെന്ന് തണുത്ത കാറ്റ് വീശിയ സമയത്ത് തന്നെ ഞാൻ അയാളെ ഒന്ന് പിടിച്ചു, കാരണം എനിക്ക് തണുപ്പത്ര പറ്റുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഇവിടെ ഇങ്ങനെ തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും, കാരണം മലയും കുന്നും എല്ലാം ചേർന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ തണുത്ത കാറ്റങ്ങനെ വീശാതിരിക്കത്തില്ല. തണുപ്പ് അത്ര പേടിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് തണുപ്പത്ര പറ്റില്ല, ചെറിയ ചെറിയ ജലദോഷങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് അയാളുടെ അടുത്ത് ഞാൻ പറയുന്ന സമയത്ത്, എന്നൊരു കാര്യം ചെയ്യും, കുറച്ച് സമയം കുറച്ച് തണുപ്പ് കൊണ്ടു നോക്ക്. ഇവിടുത്തെ തണുപ്പ് നമ്മുടെ നാട്ടിൽ പോലുള്ള തണുപ്പും കാര്യങ്ങളൊന്നുമല്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്കിങ്ങനെ ചില സമയത്ത് കൊള്ളാനൊക്കെ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊക്കെ തണുപ്പ് കൊള്ളുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അയാൾ എന്നെ പിടിച്ചവിടെ നിർത്തിയ സമയത്ത് ഒരു നല്ല കാറ്റിങ്ങനെ വീശി. എനിക്കാണെങ്കിൽ തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആളവിടെ നല്ല കടുത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു. ശരിക്കും ഞാൻ അയാളടുത്ത് തമാശ പോലെ ചോദിച്ചു, നിങ്ങളെന്താ മല വല്ലതാണോ? ഈ പറയുന്ന പോലെ തണുപ്പ് ഇത്ര അടിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നു, വല്ലാത്തൊരു ശരീരപ്രകൃതം തന്നെ നിങ്ങളുടെ എന്ന് ഞാൻ അയാളുടെ ചോദിക്കുന്ന സമയത്ത് അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞങ്ങളൊക്കെ ഒരു ഇന്ത്യൻ വംശജരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും എന്നൊക്കെ ഇങ്ങനെ അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഞാനത് ചിരിച്ചു. അപ്പോഴും വീണ്ടും ഒരു കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇട്ടിരുന്ന ഒരു ചെറിയ ചുരിദാറായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്നാലും ഒന്ന് പിടിച്ചു നിന്നു. പെട്ടെന്ന് അയാൾ എന്നെ ചോദിച്ചു, എന്താ കിടുങ്ങുന്നുണ്ടോ, നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ ആള് എന്ന് പറഞ്ഞു. ഞാനൊരു പുഞ്ചിരിയോടെ അയാൾക്കൊപ്പം നടന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഹോട്ടൽ റൂമിലേക്ക്. ആ ഒരു സമയത്ത് എനിക്ക് നല്ല പേടിയും വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. അതായത് അപരിചിതമായൊരു സ്ഥലമല്ലേ, അവിടെ മറ്റൊരാളും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അവസ്ഥയും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ മനസ്സിലാലോചിച്ചു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ ഒരു റൂമല്ലേ ഉള്ളൂ, എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിലാലോചിക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച. പെട്ടെന്ന് അയാൾ വീണ്ടും ചോദിച്ചു, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെല്ലാത്തതിൻ്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ? ഇല്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ബസ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ഒരു ചെറിയ ഹോട്ടൽ റൂം എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, ഞാൻ കൂടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഇല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതൊരു കേളാണെന്ന് പറഞ്ഞു, പിന്നെ റൂം എടുക്കുകയാണെന്ന് പറഞ്ഞു. അത്രമാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ കൂടെയുള്ള കാര്യമൊന്നും ആരോടും പറയണ്ട കേട്ടോ, അതത്ര ശരിയാവില്ല, തനിക്കാണെങ്കിലും പിന്നെ എനിക്കാണെങ്കിലും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് അയാളോട് ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങനെ പറയാൻ? മറ്റൊന്നുമല്ല, എനിക്കങ്ങനെ തോന്നി.
ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ശരിയായിട്ടുള്ള കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുന്നതിനാണ് നല്ല കാര്യം എന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു. ഞാനത് ഒന്ന് കേട്ടു, ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ അധികം സമയം കളയാതെ ഞങ്ങൾ ഹോട്ടൽ റൂമെത്തി. അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് കയറുമ്പോൾ തൊട്ടടുത്ത് ഒരു അലമാരയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബെഡ് കിടപ്പുണ്ട്. അത് അത്യാവശ്യം ഡബിൾ ബെഡാണ്. അപ്പം കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. പിന്നെ ജനൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ലൈഡ് ചെയ്ത് തുറക്കുന്ന ജനലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുള്ള ആ ഒരു കാഴ്ചകളൊക്കെ, മലയും കുന്നും എല്ലാം അകത്ത് നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, ഇങ്ങനെ നിന്നാ മതിയോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു, പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്, അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കൊന്നും വേണ്ട, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ പുറത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണാം. പെട്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു, എനിക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു നടക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ്. പണ്ടോട്ടെ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്കങ്ങനെ തോന്നുമായിരുന്നു, കാഴ്ചകൾ കണ്ട് നടക്കാൻ. ആൾ കൊള്ളാലോ എന്ന് മറുപടി പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, പുറത്ത് വാഷ്റൂമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഇവിടെയുണ്ട്. 2 വാഷ്റൂമുണ്ട്, ഒന്ന് ടെറസിന് മുകളിലും പിന്നെ അകത്തൊരു വാഷ്റൂമും. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പുറത്ത് വാഷ്റൂമിൽ പോയിട്ട് വരാം, താനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ വാഷ്റൂമിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും അധികം എടുത്തിട്ടില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിരുന്നത്. അയ്യോ, ഇപ്പം എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യും എന്നാലോചിച്ച് നിൽക്കുന്ന സമയത്ത് കൈ കിട്ടുന്നത് എന്താണെന്ന് ആലോചിച്ചു. എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടാം എന്ന് വിചാരിച്ച് ടവലെടുത്ത് ഞാൻ കുളിക്കാൻ പോയി കുറേ സമയം കഴിഞ്ഞു. അങ്ങനെ ആള് മുറിയിലേക്ക് വന്ന ശബ്ദം ഞാൻ കുളിമുറിക്കുള്ളിൽ തന്നെ കേട്ടു. കുളിമുറിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ചെടികളൊക്കെ അവിടെ ചെടിച്ചട്ടിയിൽ മണി പ്ലാന്റ് പോലുള്ള ചെടികളാണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നോക്കി. അപ്പം തന്നെ അയാൾ അവിടെ വൃത്തിയാക്കണമെന്നുള്ള ആ ഒരു ശബ്ദങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി എന്തിട്ടിറങ്ങും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തല തോർത്തിയ സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കണ്ടീഷണറോ ഷാമ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആക്കുന്ന എന്തെങ്കിലും വേണം. ആ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എൻ്റെ മുടി നന്നായിട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുള്ള മുടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനത് തോർത്തി കഴിഞ്ഞാലും അതിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടേയിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു സമയത്ത് തന്നെ ആളെന്നെ തീക്ഷ്ണമായി നോക്കുന്നുണ്ടായിരുന്നു, എന്തോ അത്ഭുതം കണ്ട പോലെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും നോക്കുന്നേ? പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, ഒന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ താൻ ഒരുപാട് സുന്ദരിയായതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു, അതെങ്ങനെ നോക്കിയതാ എന്ന് മറുപടി പറഞ്ഞിട്ട് ഞാൻ ആ കാഴ്ച കാണുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ തന്നെ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നല്ല ക്ലാരിറ്റിയിൽ ആ ഒരു മലയും കാര്യങ്ങളും കാണാൻ പറ്റുന്നില്ലേ? ഈ ജനലിനൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടില്ല, എന്നാൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഇപ്പം മല കാണാൻ പറ്റുന്നുണ്ടോ
എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ആ ഒരു ഇട്ട സമയത്ത് ഞാൻ ആ ജനലിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിലുള്ള പുറത്തെ കാഴ്ചകളും ചെറിയ ചെറിയ മഞ്ഞ്, അതിൻ്റെ മൂവ്മെൻറ്റും അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അതിങ്ങനെ നോക്കുമ്പോൾ അയാളുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ തൊട്ടകൽച്ചയിൽ തൊട്ടടുത്തായിട്ട് അങ്ങനെ നിൽക്കുന്നു. ഞാൻ ഒരു അത്ഭുതത്തോടെ എല്ലാം ഇങ്ങനെ നോക്കി കണ്ടു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടും. ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതൊരിക്കലും പെട്ടെന്ന് മായത്തില്ല. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞേ? അയാളുടെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ ചെറിയ ചെറിയ കാറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. നല്ല തണുത്ത കാറ്റായിരിക്കും. പക്ഷേ ആ തണുത്ത കാറ്റിൽ നമുക്കത് ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു നല്ല അനുഭവമായിരിക്കും എന്നയാൾ മറുപടി പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, അതിന് ഞാൻ വല്ല ഹീറ്റർ കൊണ്ടുവരേണ്ടി വരുമോ എന്ന് ഒരു പൊട്ടിച്ചിരിയുടെ ഞാൻ അയാളടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് അയാളുടെ ചോദിച്ചു, ക്ഷീണമില്ലേ? എന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് കിടന്നുറങ്ങണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അയാളെ നോക്കി. അയാൾ എന്നെ ഉറങ്ങാൻ സമയമാവുന്നേ ഉള്ളൂ. ഏകദേശം 11 മണിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ എനിക്കൊരാഗ്രഹം തോന്നി, പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന്. ഞാൻ അയാളത് ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് പുറത്തൊക്കെ കറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മീതു, എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ആ ഒരു മലയൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറണമെന്ന് തോന്നി. അതൊരു വല്ലാത്ത ഫീലല്ലേ എന്ന് ഞാൻ അയാളെ ചോദിച്ചു. അയാൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് കുറുമ്പ് അത്യാവശ്യം കൂടുതലാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വല്ലാത്ത ഇഷ്ടങ്ങളും കാര്യങ്ങളാണല്ലോ തനിക്ക്, തന്നെ ആൾ കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു മലയുടെ തൊട്ടരികിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ശരിക്കും ആ ജനാലക്കരികിൽ നിൽക്കുമ്പോൾ മലയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പോലെ ആ ഒരു തോന്നൽ തോന്നും. പെട്ടെന്ന് ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ രാത്രിയിൽ എന്താ തോന്നുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നലുകളും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ അയാളെ കണ്ണിൽ നോക്കി ചോദിച്ചു, എന്നെ പോലെ ഒരാളുടെ കൂടെ ഇന്ന് ആദ്യമായിട്ടല്ലേ, അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, താൻ നല്ല കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ തൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നൊരു സമയം വല്ലാത്തൊരു അനുഭവം പോലെ തോന്നുന്നുണ്ട്. അത്രയും മറുപടി പറഞ്ഞോളൂ. പെട്ടെന്ന് ഞാൻ അയാളടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്, അതും ഇത്രയും ദൂരെ. അപ്പോൾ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ അയാൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി. ശരിക്കും എനിക്ക് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സമയത്ത് അയാളെ ഇങ്ങനെ നോക്കി നിന്നു. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ ഈ ഒരു സമയം? പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മലയും കുന്നും പിന്നെ താരമുള്ള സമയത്ത് നമുക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണത്. നമ്മളിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് താമസിച്ചു, പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു രാത്രിയിൽ നമ്മൾ ഒരുമിച്ചാണ്. നമ്മളെവിടെ നിന്നോ വന്ന 2 പേര്, പക്ഷേ നമ്മളെവിടെ നിന്നോ കണ്ടുമുട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ കുറച്ച് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു,
എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് താസ. അത് പറയുമ്പോൾ അയാളൊന്ന് പൊട്ടിച്ചിരിച്ചു. എനിക്കും അയാളുടെ ചിരി കാണാൻ വല്ലാത്തൊരു ഭംഗി തോന്നി. പലപ്പോഴും ആരൊക്കെയോ എന്നെയൊക്കെ കളിയാക്കി ചിരിക്കുമ്പോൾ ചില ഫ്രണ്ട്സിന് ഇങ്ങനെ ഇയാളുടെ പോലെ ഒരു ചിരി ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആ ചിരിയിൽ പെട്ടെന്ന് മയങ്ങിപ്പോയി. നല്ല ചന്തമുണ്ടായിരുന്നു അത് കാണാൻ. ഞാൻ പെട്ടെന്ന് അയാളടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ചിരി നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കൂർത്ത മീശയ്ക്കുള്ളിൽ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതെ, ഇങ്ങനെ സാഹിത്യം പറഞ്ഞിട്ട് നിന്നാൽ മതിയോ? കിടന്നുറങ്ങണ്ടേ? സമയം എത്രയെന്ന് വല്ല ഓർമ്മയുണ്ടോ എന്ന് അയാളടുത്ത് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാനവിടെ കിടക്കാം, ഞാൻ താഴെ കിടന്നോളാം, നിങ്ങൾ മേൽ കിടന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചത്തുപോകും കേട്ടോ, നേരെ ഒന്ന് പെട്ടിക്കിടന്നു എന്ന് അയാൾ മറുപടി പറഞ്ഞു. ഈ കഥ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.